ഇന്നലെ നമ്മൾ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് എൻ്റെ ഈ ഹെൽമെറ്റിൻ്റെ വൈസർ ഇവിടുന്ന് ഡിറ്റാച്ചായിപ്പോയി. ഇപ്പോൾ ബേസിക്കലി ഇതിൻ്റെ സ്ക്രൂ നട്ടൊന്നും പോയിട്ടില്ല, അതും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇത് തുറക്കാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. ഇത് ഇങ്ങനെ അടിയിലേക്ക് ആക്കിയാൽ ഇത് വരുന്നുണ്ട് പറഞ്ഞത്, പക്ഷെ ഇത് വരണില്ല. നെറ്റിലൊന്ന് ചെക്ക് ചെയ്യട്ടെ. നേരത്തെ നെറ്റിൽ നോക്കി. हेलो फ्रेंड्स, स्वागत है मेरे न्यू वीडियो के साथ। और मैं आज लेके आया हूँ स्टीलबर्ड एयर हेलमेट की। ഓക്കെ, അവരതിൽ ഓരോ ഓപ്ഷനും കൂടി പറഞ്ഞിട്ടുണ്ട്. യെസ്, പക്ഷെ എനിക്ക് ഇനിയും ചെറുത് വേണം, ഞങ്ങൾത് ശരിയാവില്ല. ഓക്കെ, ഇത് പ്രശ്നമുണ്ട് മോനെ, ഇത് ടൈറ്റ് ആവണില്ല. എന്നുവെച്ചാൽ സ്ലിപ്പാണ്. ഇപ്പോൾ നമുക്ക് തന്ന ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വരെ ടൈറ്റ് ഉള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ലിപ്പാണ്. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഈ വൈസർ വയ്ക്കാം. ബേസിക്കലി ഇതിൻ്റെ വൈസർ വരുന്നെന്ന് പറഞ്ഞാൽ കണ്ട് ഇത് പുറത്ത് നിൽക്കണം, കുറച്ച് ടൈറ്റ് ആയിട്ടില്ല, കുഴപ്പമില്ല. തൽക്കാലത്തിന് ശരിയായി വൈസർ, ഊരാണ്ടിരുന്നാൽ മതി. ഇന്ന് ഫുൾ POV വീഡിയോ ആണ് ഗൈസ്. ഇപ്പോൾ ബേസിക്കലി നമ്മളെ വീട്ടിൽ കുറേ റിപ്പയർസൊക്കെ ഉണ്ട്. കാരണം നാട്ടിൽ പോകുന്നതിന് മുമ്പ്, കാരണം നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും വൈഫ് തിരിച്ചു വരും. കാരണം ഇതൊക്കെ ഇങ്ങോട്ട് വീണ് പോയി, ഇതൊക്കെ ഇങ്ങനെ ആകെ വീണ് പോയി. ഒന്നാമത് നമ്മുടെ ശ്രീമതി ഫുള്ളിങ്ങനെ ഇതിൻ്റെ മുകളിൽ സാധനങ്ങൾ വെച്ച് ഇത് കണ്ടില്ലേ, ഇത്രയും വെയിറ്റുള്ള സാധനങ്ങളാണ് ഒക്കെ വെച്ച് ഇതിപ്പോൾ ചൂടുകാലമായിട്ട് ഇതൊക്കെ പറഞ്ഞു വന്നു തുടങ്ങി. ഇതിൻ്റെ പശ ഉണ്ടല്ലോ പോയി, പശ പോയിട്ട് അത് പിന്നെ വെയിറ്റ് എടുക്കാണ്ടിരുന്നു. ഇപ്പോൾ അത് പിന്നെയും തിരിച്ചൊട്ടി ഞാനൊന്ന് ഇതാക്കിയപ്പോൾ, പക്ഷേ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. അപ്പോൾ ഞാൻ അതിൻ്റെ അത് വേറെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പ്ലേസ്മെൻറ്റ് ചെയ്യണം. ഒന്ന് പറഞ്ഞാൽ ഇവിടെ വയ്ക്കണം, കാരണം നമ്മൾ കൈയൊക്കെ കഴുകുമ്പോൾ ഇവിടെ അല്ല വേണ്ടത്. കണ്ട ഞാൻ ഇന്ന് POV സ്റ്റൈലിലാണ് ഞാൻ ചെയ്യണത് വീഡിയോ. അപ്പോൾ ഈ നിങ്ങൾക്ക് ഓർമ്മയില്ല, ഇത് ഞാൻ ബൈക്കിന് വേണ്ടി മേടിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഫുള്ളൊരു POV സ്റ്റൈൽ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇതൊന്ന് ശരിയാക്കി കളയാം, ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ ആദ്യം. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ എടുക്കണം ഫുള്ള്, കാരണം നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് അത് ഈസിലി വരില്ല, എൻ്റെ വിരൽ വെച്ചിട്ട് വരില്ല. അപ്പോൾ നമുക്ക് എടുക്കണമെന്ന് വെച്ചാൽ ഇത് വേണം, എന്താണ് പറയുക, ഈ സംഭവം. എൻ്റെ മറ്റേ സ്ക്രൈപ്പർ ഇല്ല. സ്ക്രൈപ്പർ എന്ന് വെച്ചാൽ സ്ക്രൈപ്പർ വെച്ചിട്ട് എടുക്കായിരുന്നു. അപ്പോൾ ഇത് തൽക്കാലം ഇപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് കംസ്. യെസ്, അയ്യോ ഭയങ്കര ടൈറ്റായിട്ട് ഇതൊക്കെ കണ്ട, പശ നല്ല ടൈറ്റാണ്. ഓ, ഒരെണ്ണം കിട്ടി. ബാക്കി എടുക്കാന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ എൻ്റെ ഡപ്പി തെറിച്ചു പോയി. ആ ഒരെണ്ണം എടുത്തപ്പോഴത്തേനും എൻ്റെ ഡപ്പി തെറിച്ചു പോയി. ഇനി 5 കൂടി എടുക്കാൻ ബാക്കിയുണ്ട്. അയ്യോ, ഇത് എൻ്റെ അമ്മേ. അയ്യോ, നല്ല പശ. വെയിറ്റ് ഇടുമ്പോൾ അത് പകുതി പുറത്തായിട്ട് നിൽക്കും, ചെരിഞ്ഞ് നിൽക്കും. അന്ന് ആ പശ കണ്ട, ഇവിടെ നിന്ന് ഇതേ കണ്ട, ഇവിടെ നിന്ന് ഈ പശ പോയി തുടങ്ങിയത്. അപ്പം ഇത് ഈസിലി വന്നു. അയ്യോ, പശ നമ്മൾ കൂടി കണ്ട, ഇത് ഈസിലി വന്നു. പക്ഷേ പശ കണ്ട ഇതുമ്പോൾ കുടുങ്ങി തുടങ്ങി. നമുക്ക് ടെർപ്പൻറ്റൈൽ വെച്ചിട്ട് അങ്ങനെ എടുക്കാം. ഇത് എടുക്കട്ടെ. ഇതും അതുമാതിരി മുകളിൽ നിന്ന് കൂടുതലും വരട്ടെ, കാരണം വെയിറ്റ് അടിയിക്കാവുമ്പോൾ. ഈ ഫുൾ ആർട്ട് ഡെക്കറേഷനൊക്കെ നമ്മളെ വൈഫിൻ്റെ വകയാണ്. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യണം അവൾ വരലും. കാരണം ജൂലൈയിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ അവൾക്ക് 15 ഡേയ്സിൻ്റെ ഹോളിഡേ ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ വരും, ഞാനും യാവിനും. അവൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, സോ ഷീൽ കം ബൈ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അവൾ വരണതിൽ ഒരു ദിവസം മുമ്പ് നമ്മൾ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അവൾ ആദ്യം വരും. അപ്പോൾ അതിന് മുമ്പ് വീട് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ പഴുക്കിട്ടാണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഫുള്ള് പൊളിച്ച് തരികയായിരിക്കും എനിക്ക്. അവളുടെ OCD ലെവൽ, OCD ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയും. എന്നുവെച്ചാൽ
എല്ലാ 2 മിനിറ്റ് വെച്ചിട്ട് അവൾക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനത്തെ ഒരു രോഗമുണ്ട്. ക്ലീനിങ് നമ്മളും ഉണ്ട്, പക്ഷേ എൻ്റെ ക്ലീനിങ്ങിനാലും 10 ഇരട്ടി ക്ലീനിങ് അവൾക്കുള്ളത്. സോ ദാറ്റ് ഈസ് എൻ ഇഷ്യൂ. ഇതിൻ്റെയും പശ മതിലിന് ആയി എടുത്ത് കളയണം. ഓക്കെ ഗായ്സ്, കൺഗ്രാറ്റ്സ്, നമ്മളെല്ലാം എടുത്ത് കഴിഞ്ഞു. ഇനി പുതിയ ലൊക്കേഷന് വേണ്ടി നോക്കണം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇതൊന്നൊന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ ഓക്കെ. സോ അപ്പോൾ ഇത് ഈ സംഭവമാണ് ഞാൻ മേടിച്ചത്. ഇപ്പോൾ അതിന് പകരം ഇതൊരു എത്ര 75 ഉറുപ്പ്യക്ക് അറൗണ്ട് ഒരു 20 പീസ് കണ്ടിട്ടില്ല. ഇത് കണ്ട. അപ്പോൾ നമുക്കത് അമേസോണിൽ മേടിക്കാം. ഞാൻ മേടിച്ച് വെച്ചാൽ ഓക്കെ. ആദ്യം നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. പിന്നെ വാഷ് ബേസിൻ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള കുറേ പരിപാടികളുണ്ട്. റൈറ്റ്, ഇഷ്ടംപോലെ സാധനങ്ങൾ. അവളെന്ന് വെച്ചാൽ ഇത് ഡെയിലി ക്ലീൻ ചെയ്യും. കാൻ യു ബിലീവ് ഇറ്റ്? എന്നെ കൊണ്ട് ഡെയിലി പറ്റില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഓക്കെ. ഷീ ഡസ് ഇറ്റ് ഡെയിലി. കണ്ട ഈ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടല്ലേ, ഇതുവരെ ഷീ ഡസൻ ലീവ്. അപ്പം അത് അത്രയും ക്ലീൻ ആയിട്ടിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡൺ. അപ്പം നമുക്കിനി വേണമെന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങൾ ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം വരണം. ഇവിടെ 2 എണ്ണം മതി. ഇവിടെ ഒന്നിവിടെയും ഒന്നിവിടെയും, പിന്നെ ഒരെണ്ണം ബാക്കി വരും. ഒരെണ്ണം ബാക്കി പിന്നെ നമ്മൾ എവിടെ വയ്ക്കുക അത് നോക്കണം. ലെറ്റ്സ് സീ. സംഭവം ഇവിടെ വരണം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ബേസിക്കലി അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ആദ്യം ഇത് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇതെടുത്ത് കളയട്ടെ. 100 പ്രാവശ്യം ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ട്. അതൊരു പ്രശ്നം. വരില്ല പണി. ഓക്കെ, ഇതിൻ്റെ സ്ട്രെയിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. ഇതിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്ട്രെയിറ്റ് അല്ലേ? ഓക്കെ, ഇനി ഇതും കൂടെ എടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഗ്രേറ്റ്. എയർ ബബിൾസ് വരാൻ പാടില്ല. എയർ ബബിൾസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇപ്പം നല്ലോണം ഇരിക്കുന്നുണ്ട്. വെയിറ്റ് വെച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എന്താണെന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. ആ ചെരിഞ്ഞ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ വയ്ക്കാം. യെസ്, കാരണം അത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഇവിടെ മതി. പിന്നെന്താണ്, എൻ്റെ മോൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ട്. യെസ്, വാസ്ലീൻ മോയ്സ്ചറൈസിങ് ക്രീം ഒന്ന് ക്ലീൻ ചെയ്യാൻ. നറിഷിങ് ക്രീം, മോയ്സ്ചറൈസിങ് ക്രീം. നമ്മളെ കാലത്തൊക്കെ വേറൊരു സോപ്പ് മാത്രം ഉണ്ടായിരുന്നു. ഇത് ഞാൻ ദുബായിൽ നിന്ന് മേടിച്ചതാകുമോ. വാട്ടിക്ക ഡേ ടു ഡേയിൽ എന്താ എഫക്ട് സ്റ്റൈലിംഗ് ഹെയർ ജെൽ. ഇപ്പം മുടിയേ ഇല്ല, മുടി എടുത്ത് മാറ്റുകൊണ്ട് ഇപ്പം മുടിയില്ല. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ വൈഫിൻ്റെ സംഭവങ്ങൾ ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞൂടെ ഇതൊക്കെ. പക്ഷെ കുറേ സാധനങ്ങളുണ്ട് അതിൻ്റെ. O2 കോട്ടു എന്തോരം ക്രീമുകളോ നോക്കിയാൽ. ഇതൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഒക്കെ എവിടെ നിന്ന് വരുന്നു ഭായി? നിങ്ങളൊക്കെ വീട്ടിലിങ്ങനെ ഉണ്ടോ? സ്ത്രീകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാം. ലേഡീസ് ഡോണ്ട് മൈൻഡ് മീ, എന്നെ തെറി പറയരുത്. പക്ഷെ ഇതാണ് എല്ലാ വീട്ടിൻ്റെയും സംഭവങ്ങൾ. ഇങ്ങനത്തെ കുറേ ക്രാപ്പുകൾ വീട്ടിൽ കാണാം. ഇതൊക്കെ ഇത് കാലിയാട്ടോ. എന്നിട്ടും ആ കുപ്പിക്ക് വേണ്ടിയിട്ട് അവൾ വെച്ചിരിക്കുന്നത്. ആ കുപ്പി നല്ല രസമുണ്ടെന്ന് ഞാൻ കളറിന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ വേണ്ട, അത് കുപ്പി നല്ല രസമുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കുപ്പി അവിടെ വെച്ചിരിക്കുക. ഇതും കാലിയാണ്. എന്ത് ചെയ്യുക?
ഞാൻ അപ്പോൾ അത് എടുത്ത് കളഞ്ഞാൽ ആൻഡ് ഇഫ് ഷീ കംസ് ബാക്ക് ആൻഡ് ഷീ ഡസൻ ഫൈൻഡ് ദാറ്റ് അതൊരു തലവേദനയാണ് പിന്നെ അതൊരു തല്ലായി മാറും. മനസ്സിലായ? അപ്പോൾ അതെങ്ങനെയുണ്ടോ അത് മാതിരി തന്നെ വയ്ക്കുക. സോ യെസ്, ഇത് ടൂ മച്ച് ആയോ എന്ന് എനിക്ക് തോന്നുന്നു. ഓൾറൈറ്റ്, സോ ദാറ്റ്സ് ഡൺ. അപ്പോൾ ഗൈസ് ഫൈനലി ഇതിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞു. ഇതൊക്കെ ആയി, ഒന്നായി. ഇനി നമുക്ക് ഇങ്ങാട് സെറ്റപ്പ് ചെയ്യണം. ഇങ്ങാട് ഇങ്ങോട്ടും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇങ്ങാട് പാടാ. അത് ഏത് ഭാഷ എനിക്കറിയില്ല, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് എന്ന് അറിയില്ല, പക്ഷെ പറയട്ടെ ഇങ്ങാട് പറയണവരാണ്. അപ്പോൾ നമുക്കത് ഇവിടെ സെറ്റപ്പ് ചെയ്യണം, ഇങ്ങാട് സെറ്റപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് 2 വേണം. അപ്പോൾ അതിനും ഈ സംഭവം ക്ലീൻ ആക്കട്ടെ. ഇവിടെയൊക്കെ പശയുണ്ട്, അപ്പോൾ ഇവിടെ ഞാൻ ഇനി വെക്കണില്ല, ഇവിടെ വെക്കണുള്ളൂ. നമ്മുടെ ടിഷ്യൂ റോൾസൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇവിടെയാണ്, അപ്പോൾ ഇവിടേക്ക് അങ്ങോട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ 2 ഇങ്ങോട്ടേക്ക് വേണം. ഇത് നാളെ കഴുകാം, എനിക്കിപ്പോൾ ഇന്ന് കഴുകാനുള്ള മൂടൊന്നുമില്ല. ആദ്യം ഫിറ്റ് ചെയ്യുക. വീടിൻ്റെ പണി കഴിയണില്ല. ഇന്ന് രാവിലെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ചൊരു സമയം കിട്ടി ഇതൊക്കെ ഇങ്ങോട്ട് ഫിറ്റിങ്ങൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ അവനെന്ന് വെച്ചാൽ എന്തെങ്കിലും അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, മറ്റേണം, അതിന് തന്നെ കുറേ സമയം പോകും. മനസ്സിലായില്ല? പിന്നെ പാത്രം കഴുകണം, തുണികൾ കഴുകണം. അപ്പോൾ അവനില്ലാത്തത് ഇന്നലെ അവനില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം കിട്ടി. അപ്പോൾ നാളെ ഇല്ല അവൻ. അപ്പോൾ നാളെ അവനു മുമ്പ് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 ഇങ്ങനെ ഫിറ്റ് ചെയ്യാം നമുക്ക്. യെസ്, ഇങ്ങനെ. ഓക്കെ, സോ ഒരു ഈസി വേ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ് സ്ട്രെയിറ്റ് വെക്കാന്ന്. അപ്പോൾ അതിനുള്ളൊരു ഈസി എൻജിനീയറിങ് ടെക്നോളജി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ കണ്ട ഷൂവിൻ്റെ ബോക്സ്, ഈ ഷൂവിൻ്റെ ബോക്സ് വയ്ക്കുക. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ കിട്ടും ഇത് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിനീയറിങ് ടെക്നോളജി. എങ്ങനെയുണ്ട്? ഐഡിയ നല്ലതല്ലേ? അപ്പോൾ നമുക്ക് ഇത്ര ഹൈറ്റ് തന്നെ വേണം, ആ ഹൈറ്റ് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് മാത്രം നമുക്കൊന്ന് ലെവലാക്കി നോക്കണം എത്രയാണെന്ന്, അത്രേ ഉള്ളൂ. ബാക്കി ഇതാണ് സെൻറ്റർ. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പോരാ. അപ്പോൾ ഇതിന് നമുക്ക് 4 വേണം. ഈ 4 കിട്ടി. ഈ 4 ആദ്യം ഇതിൽ ഫിറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം മതിൽ മുട്ടി കിട്ടിയാൽ മതി ശരിക്കും, പക്ഷെ നമ്മൾ ഈ ലെവലും കൂടി ഒന്ന് നോക്കണം. ഓക്കെ, ആദ്യം ഇത് ഒട്ടിക്കാം. ഓക്കെ, പിന്നെ ഇത് ഒട്ടിക്കാം. ഇനി ഇത് ഇങ്ങോട്ട് എടുത്ത് മാറ്റാം. കണ്ട മക്കളെ, ഇനി ഇതെടുത്ത് മാറ്റാം. ഒരു മെഷർമെൻറ്റിനും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് വാ ഞങ്ങൾ ഫിറ്റാക്കാം. നമുക്കിത് ശരിക്കും നല്ലോണം. ഇന്ന് പുറത്തേ ഇറങ്ങിയില്ലേ ഞാൻ, അറിയോ? വേർത്തതേ ഇപ്പോൾ നല്ല ചൂട്. AC ഇട്ടുണ്ട്, എന്നിട്ടും ഇവിടേക്ക് അധികം AC വരില്ലല്ലോ. നല്ല ചൂടുണ്ട്. കണ്ട, ഇപ്പോൾ ശരിക്കും നല്ല ലെവലിൽ ഇത് നിന്ന്. ഇനി നമുക്ക് ഇത് തിരിച്ചിടാം. യെസ്, കണ്ട, പെർഫെക്റ്റ്. ഓക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾക്ക് കിടക്കാം. ചെടി വീട്ടിൽ എനിക്കുണ്ടല്ലോ, ഈ സത്യം പറഞ്ഞാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെടികൾ എനിക്കിഷ്ടമല്ല. നല്ലൊരു സംഭവം അല്ല അത്. എൻ്റെ വൈഫ് ഓരോന്നിങ്ങനെ മേടിച്ചുകൊണ്ടിരും. ഇതൊക്കെ അവളുടെ ഹെയർ പ്രൊഡക്ട്സ്. ഇത് നമുക്ക് തിരിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഫൈനൽ ഓവറോൾ ലുക്ക് വാഷ്റൂമിൻ്റെ ഇതാണ്, കണ്ടില്ലേ? ഇത് ഗസ്റ്റ് വാഷ്റൂമാണ്. അപ്പോൾ ഒന്ന് ഇതായി, ഇത് നമ്മൾ ഫിറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത്തേത് ഇത്. ഓക്കെ അല്ലേ? പെർഫെക്റ്റ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുടെ റിപ്പയറിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി രാത്രിയിലത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നോക്കണം എന്തുണ്ടാക്കണം. ഞാൻ ഒന്ന് പച്ചക്കറി മേടിച്ചു കൊടുക്കുന്നത്, യാവിന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട്
നമ്മളുടെ അയ്യോ ഒക്കെ ഓക്കെ. വെണ്ടയ്ക്ക ഉണ്ട്, നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടാക്കി കളയാം. വെണ്ടയ്ക്കയും ചപ്പാത്തി. ബേസിക്കലി വെണ്ടയ്ക്ക റോസ്റ്റ് എന്താ പറയുക, ഭർത്ത, അതുണ്ടാക്കിയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പം ഇന്ന് നാളത്തേക്കും രാവിലത്തേക്കും ആയി വെണ്ടയ്ക്ക. പിന്നെ കേടായിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ പാത്രം കഴുകണം ഒരിക്കലും തീരൂല. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള പരിപാടി. എടുക്കുമ്പോൾ മറ്റേ വരില്ല. ओके गाइस, सो आज हम बनाते हैं भिंडी. ആദ്യം വെള്ളം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിക്കാം. കുറച്ച് നനഞ്ഞിരിക്കട്ടെ. പിന്നെ അതിൻ്റെ കഴുകാം കുറച്ച് കഴിഞ്ഞിട്ട്. ഞാൻ ബേസിക്കലി എന്തും ഇങ്ങനെ നമ്മുടെ ഇറച്ചിയോ മീനോ, മീൻ നമ്മളധികം അങ്ങനെ കഴിക്കാറില്ല. എന്തെങ്കിലും നമ്മൾ ആദ്യം കഴുകണമെന്ന് വെച്ചാൽ ഡൽഹിയുടെ വാട്ടർ ഈസ് ടു മച്ച് എന്താ പറയുക, ആൽക്കലൈനും ഇതൊക്കെ ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വയ്ക്കും കുറച്ചൊരു 10-15 മിനിറ്റ്. എനി ഇംപ്യൂരിറ്റീസ് വാട്ട് എവർ ഇറ്റ് ഈസ് ദെയർ, ഇറ്റ് ജസ്റ്റ് ഗോസ് ഓഫ്. ആക്ച്വലി ഗെറ്റ്സ് വാഷ്ഡ് അവേ വിത്ത് ദി സോഡിയം. ഉപ്പ് പിന്നെ സോഡിയമാണല്ലോ. അപ്പോൾ അത് ആ ക്ലീനിങ് പ്രോസസ്സ് ഉപ്പ് ചെയ്തോളൂ കുറച്ച്. പിന്നെ അതിൻ്റെ നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഭക്ഷണം തയ്യാറാക്കാം. ബേസിക്കലി പച്ചക്കറിയും മീറ്റും ഇതൊക്കെ എന്ന് വെച്ചാൽ മാത്രമേ ഞാനിത് ചെയ്യാറ്. ഇപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ എത്ര എവിടെ നിന്നൊക്കെ വരേണ്ടത്. പിന്നെ കെമിക്കൽസ് ഉണ്ടാവും ഇഷ്ടംപോലെ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ കെമിക്കൽസ് ഉണ്ടാവും. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപ്പ് ബെസ്റ്റ് സംഭവമാണ് ഉപ്പ്. സോ ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്, ഇഫ് യു ആർ ഇൻ ഡൽഹി ഓർ സംവെയർ എൽസ്, നമ്മുടെ നാട്ടിലെ വെള്ളത്തിന് അങ്ങനെ പ്രശ്നമില്ലാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ പൈപ്പ് ലൈനിൽ വരുന്ന വെള്ളത്തിൽ ഇവർ ഈ ക്ലോറിനും മറ്റതും മറിച്ചതും ഇങ്ങനെ പലതും ഇടുന്നുണ്ട്. ഇതിൽ ക്ലോറിനില്ല, ഇത് ഗ്രൗണ്ട് വാട്ടറാണ് വരുന്നത്. പക്ഷേ ഈ ഗ്രൗണ്ട് വാട്ടറിൽ തന്നെ ഇഷ്ടം പോലെ എന്താണ് പറയുക, ഇത് കണ്ടില്ലേ, ഈ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് കണ്ട. സോ ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഇതൊരു 10-15 മിനിറ്റ് വേണ്ടിയിരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് തീർത്തിട്ട് തിരിച്ച് നമുക്ക് ഇത് മറന്നുപോയി. ഡെയിലി രാവിലെ ഒരു ഗ്ലാസ് നീമ്പൂ പാനി കുടിക്കണത് നല്ലതാണ്. അപ്പോൾ അത് മറന്നുപോയി, അത് ചെയ്യണം. ഓക്കെ, തുണികളൊക്കെ മടക്കി വയ്ക്കാണ്ട് അതൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കഴുകിയ തുണികളത് കണ്ട ഇവിടെയൊക്കെ ഇപ്പോഴും മടക്കി വെക്കാണ്ട്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഈ എ സി ഇടുന്നതുകൊണ്ട് പൊടി കുറവാണ് വരാറ്. കാരണം എ സി യൂഷ്വലി സക്സ് ഓഫ് ഓൾ ദി ഡസ്റ്റ് ആൻഡ് എവറി പാർട്ടിക്കിൾസ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഈ എ സി വരേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഫുള്ള് ഡസ്റ്റ് വരും. നമ്മളത് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അയ്യോ, പാത്രം കാണുമ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം കൂടിയും കഴുകണം. ഇഷ്ടംപോലെ വെണ്ടക്ക മേടിച്ചു തോന്നുന്നു ഞാൻ. കൂടിപ്പോയോന്നൊരു സംശയം. കുഴപ്പമില്ല. ഇന്ന് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി റൈസ് ബാക്കിയുണ്ട് ഇന്നലത്തെ, അത് കഴിക്കണം. കച്ചറളായിട്ടെ. ഇനി നമുക്ക് നമ്മളുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഇതൊന്ന് കുറച്ച് ഡ്രൈ ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഓണിയൻസ്, 2 ഓണിയൻസ് വേണം ഗൈസ്.
എനിക്കൊന്ന് ഉള്ളി കുറച്ചും കൂടി വേണ്ടി വരും നിന്ന്. ഞാനെന്ത് കഴിഞ്ഞു ചെറുതായിട്ട് കട്ട് ചെയ്യാനൊന്നും പാടില്ല, അത്രയും സമയമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ ഡയറക്റ്റ് ഞാൻ ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നു. ഓൾറെഡി സമയം കുറേ ആയി. ഓ ഈ പാത്രങ്ങളൊക്കെ എപ്പോൾ കഴുകാനാണ് ഇനി പണ്ടാണ്. ഓക്കെ ഗൈസ്, നമുക്കിഞ്ഞു പരിപാടി കൊടുക്കാം. ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, കാരണം നല്ല വിലപ്പുണ്ട് ഇത്. ഇങ്ങനത്തെ ഭക്ഷണം അമ്മ കഴിക്കുമ്പോൾ നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കണം, അതന്നെ. അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദ വ്ളോഗ്. ഇഫ് യു ലൈക്ക് ഇറ്റ്, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ലെറ്റ് മി നോ വാട്ട് യു വാണ്ട് ടു സീ. അപ്പോൾ ഇത് എൻ്റെ 4ാമത്തെ 5ാമത്തെ വ്ളോഗിന് ഇപ്പോൾ ഡെയിലി വ്ളോഗ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിഞ്ഞൂടാ 365 days ആയിട്ട് കണ്ടിന്യൂ ആവുമെന്ന്, പക്ഷേ ഐ ആം ജസ്റ്റ് ട്രൈയിങ് ഇറ്റ്. സോ ലെറ്റ് സീ ഹൗ ദിസ് ഗോസ്, ബിക്കോസ് വി ഹാവ് ടു റിയലി വർക്ക് ഹാർഡ്. എനിക്ക് എത്തണം എന്നുവെച്ചാൽ യൂട്യൂബിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കണം. സോ യു ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്. സോ ഗൈസ്, ടുഡേ ദാറ്റ്സ് ഓൾ. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദ വ്ളോഗ്. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.